പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു യൂണിറ്റ് ആരംഭിക്കുകയാണ്. യൂണിറ്റ് 4, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇന്നത്തെ ക്ലാസ്സിൽ ഈ യൂണിറ്റിൻ്റെ സ്കോർ വെയിറ്റേജ്, സിലബസ്, കണ്ടൻറ്റ് എന്നീ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി യൂണിറ്റ് 4-ന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള സ്കോർ വെയിറ്റേജ് എത്രയാണെന്ന് നോക്കാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഈ ചാപ്റ്ററിൽ നിന്നും മിനിമം 7 മാർക്കിൻ്റെയെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇനി ഈ ചാപ്റ്ററിൻ്റെ സിലബസ് നമുക്ക് മനസ്സിലാക്കാം. Ascertaining the amount due to retiring or deceased partner, new profit share ratio, gaining ratio, treatment of goodwill, adjustment for revaluation of assets and liabilities, adjustment of resources, accumulated profit and losses, disposal of amount due to retiring partner, adjustment of partner's capital, death of a partner. ഈ ചാപ്റ്ററിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാം. യൂണിറ്റ് 3-ൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. യൂണിറ്റ് 4-ൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു മോഡ്സായിട്ടുള്ള റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് പാർട്ട്ണർ എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അതായത് നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും ഒരു പങ്കാളി വിരമിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണെന്നാണ് ഈ ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മീനിങ് ആൻഡ് റീസൺ ഫോർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന ടോപ്പിക്കാണ് ആദ്യം ചർച്ച ചെയ്യുക. എന്താണ് റിട്ടയർമെൻ്റ് എന്നും റിട്ടയർമെൻറ്റിന് ഒരു പങ്കാളി റിട്ടയർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും ഒരു പങ്കാളി പിരിയുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ നിലവിലുള്ള പങ്കാളിത്തം അവസാനിക്കുകയും പുതിയ ഒരു ഉടമ്പടി പ്രകാരം ആ പങ്കാളിത്ത ബിസിനസ് തുടർന്ന് പ്രവർത്തിപ്പിക്കാനും കഴിയും. അപ്പോൾ ആദ്യ ഭാഗത്തിൽ നമുക്ക് എന്താണ് റിട്ടയർമെൻറ്റ്, ആ റിട്ടയർമെൻറ്റിനുള്ള റീസൺ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പങ്കാളി റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ട്രീറ്റ്മെൻറ്റുകളും പ്രത്യേകമായി നമ്മൾ ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യമായി കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. നിലവിലുള്ള ഒരു പങ്കാളി റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടെത്തണം. അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. എന്താണ് ഗെയിനിങ് റേഷ്യോ എന്നും ആ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടെത്താമെന്നും ഈ ടോപ്പിക്കിൽ വിശദീകരിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത സിറ്റുവേഷനിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ, എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള സാക്രിഫൈസ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ചർച്ച ചെയ്യും. ദ നെക്സ്റ്റ്, അനദർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ഒരു പങ്കാളി റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ ആ മരണപ്പെട്ട അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് അയാളുടെ പ്രയത്നത്താൽ കൂടി നേടിയെടുത്ത സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ
ഒരു ഓഹരി ലഭിക്കാനുള്ള, അയാളുടെ ഷെയർ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ആ ഷെയർ നൽകേണ്ടത് റിമൈനിങ് പാർട്ട്നേഴ്സാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ എന്ന ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുക. അഡ്മിഷൻ്റെ സമയത്ത് പുതിയ പങ്കാളി ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ അത് നിലവിലുള്ള പങ്കാളികൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ നിലവിലുള്ള പങ്കാളികൾ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് ഒരു കോമ്പൻസേഷനായിട്ട് അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ നൽകുകയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ്. നിലവിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, അതായത് ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ അക്കൗണ്ട് എന്നൊരു ഐറ്റം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത്തരം കേസിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ കഴിയും. ഗുഡ്വിൽ നിലവിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ ഇല്ലെങ്കിൽ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും 4 രീതിയിലാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഗുഡ്വിൽ ഈസ് റൈസ്ഡ് അറ്റ് ഇസ് ഫുൾ വാല്യൂ ആൻഡ് റീറ്റെയിൻ ഇൻ ദി ബുക്സ്. മുഴുവൻ തുകക്കും ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫുൾ വാല്യൂ ഓഫ് ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യുകയും അത് ബിസിനസ്സിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഒരു മെത്തേഡ്. അതെങ്ങനെയാണെന്ന് അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയും നമ്മൾ ചർച്ച ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഗുഡ്വിൽ ഈസ് റൈസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി. മറ്റൊരു രീതി ഗുഡ്വിൽ മുഴുവൻ തുകക്ക് ക്രിയേറ്റ് ചെയ്യുകയും ഉടനെ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊന്ന് ഗുഡ്വിൽ ഈസ് റൈസ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് റിട്ടയേർഡ് ഓർ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി. റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് ലഭിക്കാനുള്ള ഷെയർ എത്രയാണോ അത്രയും തുകയുടെ ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യുകയും ഉടനെ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് മറ്റൊരു രീതി. ദെൻ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ വിത്തൗട്ട് ഓപ്പണിംഗ് ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ ഗുഡ്വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ലാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൾറെഡി ഇല്ലെങ്കിൽ 4 വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാം. ദെൻ ഇനി മറ്റൊരു കേസ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് വെൻ ഗുഡ്വിൽ ഈസ് ഓൾറെഡി അപ്പിയർ ഇൻ ദി ബുക്സ്. നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ആൾറെഡി ഗുഡ്വിൽ ഉണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് സമയത്ത് എങ്ങനെയാണ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൾറെഡി ഉള്ള ഗുഡ്വില്ലിൽ തന്നെ പ്രധാനമായും 3 കേസുകൾ അവിടെ ഉണ്ടാവാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദി ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് കറന്റ് വാല്യൂ ഓഫ് ദി ടോട്ടൽ ഗുഡ്വിൽ ഓഫ് ദി ഫേം. ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കറന്റ് വാല്യൂ ഓഫ് ഗുഡ്വില്ലിൻ്റെ എമൗണ്ടും ഈക്വൽ ആണെങ്കിൽ. മറ്റൊരു കേസ് ഇഫ് ദി ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ്വില്ലിൻ്റെ തുക കറന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടെത്തിയ ഗുഡ്വില്ലിൻ്റെ തുകയേക്കാളും കുറവാണെങ്കിൽ അത്തരം കേസ് ഉണ്ടാവാം. മറ്റൊരു കേസ് ഇഫ് ദി ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കറന്റ് വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ യഥാർത്ഥ ഗുഡ്വില്ലിൻ്റെ തുകയേക്കാളും കൂടുതലാണെങ്കിൽ. അപ്പോൾ ഈ വ്യത്യസ്ത കേസുകളിൽ എങ്ങനെയാണ് ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കും. ഇനി അതോടൊപ്പം തന്നെ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും. ദാറ്റ് ഈസ് ഹിഡൻ ഗുഡ്വിൽ. അഡ്മിഷൻ പോലെ തന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് നൽകിയിട്ടുണ്ടാവില്ല. പകരം നമുക്ക് നൽകിയിട്ടുള്ള മറ്റ് ഇൻഫോർമേഷനിൽ നിന്നും ഗുഡ്വിൽ എമൗണ്ട് കണ്ടെത്തുന്നതാണ് ഹിഡൻ ഗുഡ്വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ഹിഡൻ ഗുഡ്വിൽ കണ്ടെത്തുന്നത് എന്നും അതിൻ്റെ ജേണൽ എൻട്രിയും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിന് ശേഷം നെക്സ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പിന്നീട് ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അഡ്മിഷൻ സമയത്ത് ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് റിട്ടയർമെൻറ്റ് സമയത്തും നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതായത് ട്രീറ്റ്മെൻറ്റ് ഓഫ് റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് സെയിം ആസ് ഇൻ ദി കേസ് ഓഫ് അഡ്മിഷൻ. അഡ്മിഷനിൽ എങ്ങനെയാണോ
റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയത്, അതേപോലെ അതേ ജേണൽ എൻട്രി തന്നെയാണ് റിട്ടയർമെൻറ്റിനുമുള്ളത്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ സമയത്ത് റീവാലുവേഷൻ്റെ പ്രോഫിറ്റോ ലോസോ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ റിട്ടയർമെൻറ്റ് ഡെത്ത് കേസിൽ റീവാലുവേഷൻ്റെ പ്രോഫിറ്റോ ലോസോ ഓൾ പാർട്ട്നേഴ്സ് എല്ലാ പങ്കാളികൾക്കും അത് ഷെയർ ചെയ്യും, ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർ, മരണപ്പെട്ട പങ്കാളി അടക്കം എല്ലാ പങ്കാളികൾക്കും അത് ഷെയർ ചെയ്യുന്നു. ദെൻ ആ ടോപ്പിക്കിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ അഡ്മിഷനിൽ ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിലും ഇത് കൈകാര്യം ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെയും ചെറിയൊരു വ്യത്യാസം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ അഡ്മിഷൻ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിൻ്റെ കേസിൽ അത് ഓൾ പാർട്ട്നേഴ്സ് എല്ലാ പങ്കാളികളുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിഫറൻസ്. അതിനുശേഷം നമ്മൾ 6th അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. ഒരു പങ്കാളി റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരേക്കുള്ള അല്ലെങ്കിൽ മരണപ്പെട്ട ഡേറ്റ് വരേക്കുള്ള ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പങ്ക് ലഭിക്കാനുള്ള അവകാശം അയാൾക്കുണ്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം കണ്ടെത്തുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. റിട്ടയർമെൻറ്റ് വരേക്കുള്ള ലാഭം എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമുക്ക് ആദ്യം ആക്ച്വൽ പ്രോഫിറ്റ് ലോസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കി കണ്ടെത്താവുന്നതാണ്. മറ്റ് ചില രീതികളുണ്ട്. ആ പ്രധാനപ്പെട്ട 3 രീതികൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പ്രധാനമായും മൂന്ന് രീതികളാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഓൺ ദി ബേസ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷത്തെ ലാഭത്തെ അടിസ്ഥാനമാക്കി റിട്ടയർ ചെയ്ത ഡേറ്റ് വരേക്കുള്ള ലാഭം കണ്ടെത്തുന്നതാണ് ഒരു മെത്തേഡ്. മറ്റൊന്ന്, ഓൺ ദി ബേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ലാഭത്തിൻ്റെ ശരാശരിയെ അടിസ്ഥാനമാക്കി റിട്ടയർമെൻറ്റ് ഡേറ്റ് വരേക്കുള്ള ലാഭം കണ്ടെത്തുന്നതാണ് മറ്റൊരു രീതി. മറ്റൊന്ന്, ഓൺ ദി ബേസിസ് ഓഫ് ടേൺ ഓവർ ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ബിസിനസ് സ്ഥാപനം റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് വരെ ആ ഡേറ്റ് വരേക്കുള്ള ബിസിനസ് സ്ഥാപനത്തിൻ്റെ സെയിൽസും പ്രോഫിറ്റിനെയും അടിസ്ഥാനമാക്കി നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുന്നതാണ് മറ്റൊരു രീതി. അപ്പോൾ ഇത്തരം രീതികളിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക. അതിനുശേഷം 7th അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പിന്നീട് ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് ലഭിക്കാനുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടെത്തലാണ് നെക്സ്റ്റ് ടോപ്പിക്. ഇങ്ങനെ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിയുടെ ലഭിക്കാനുള്ള തുക കണ്ടെത്താൻ വേണ്ടി അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം, അതിൽ എന്തെല്ലാം ഐറ്റമാണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം ഐറ്റമാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. നെക്സ്റ്റ്, ഡിസ്പോസൽ ഓർ സെറ്റിൽമെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് നൽകാനുള്ള തുക എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക. പ്രധാനമായും 3 രീതിയിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ എമൗണ്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് മെത്തേഡ് ലംസം പേയ്മെൻറ്റ് മെത്തേഡ്. നൽകാനുള്ള തുക റൊക്കം പണമായി നൽകുന്നതാണ് ഒരു രീതി. മറ്റൊരു രീതി പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. തുക ഒന്നിച്ച് നൽകാതെ ഘട്ടം ഘട്ടമായി നൽകുകയാണ് മറ്റൊരു രീതി പാർട്ട്ലി പെയ്ഡ് ഇൻ ക്യാഷ്, പാർട്ട്ലി ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. കുറച്ച് തുക ക്യാഷ് ആയിട്ടും ബാക്കി തുക ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നൽകുന്നതാണ് മറ്റൊരു രീതി. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി തയ്യാറാക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും. ഇനി ലാസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതിനു മുമ്പായി നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഒരു റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് തുക നൽകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതാണ് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട്. അപ്പോൾ ഒരു ലോൺ അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് ആ ലോൺ അക്കൗണ്ട് എങ്ങനെയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും നൽകി, ഇൻസ്റ്റാൾമെൻറ്റ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റും അതിനോടുകൂടെ
നൽകാനുള്ള പലിശയടക്കം റിട്ടയർ ചെയ്ത പങ്കാളിക്ക് നൽകിക്കൊണ്ടാണ് അയാളുടെ ലോൺ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, ആ ലോൺ അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ലാസ്റ്റ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അഡ്മിഷൻ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു പങ്കാളിയുടെ മരണശേഷം നിലവിലുള്ള പങ്കാളികൾ അവരുടെ ക്യാപിറ്റൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോക്ക് ആനുപാതികമായി ക്രമീകരിക്കാൻ ഉദ്ദേശിക്കാറുണ്ട്. അതിനെയാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ആ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ പ്രധാനമായും അതിൻ്റെ 3 രീതിയിലാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. 3 കേസുകളിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈസ് ഗിവൺ. പുതിയ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ നൽകിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ വെൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈസ് നോട്ട് ഗിവൺ, അതായത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പുതിയ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു കേസ് കൂടി പറയുന്നുണ്ട്, വെൻ ദി എമൗണ്ട് പേബിൾ ടു റിട്ടയറിംഗ് പാർട്ട്ണർ വിൽ ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ ക്യാപിറ്റൽ ആർ അഡ്ജസ്റ്റഡ് proportionate to their new profit share ratio. ഒരു പങ്കാളി റിട്ടയർ ചെയ്യുമ്പോൾ ആ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് കൊടുക്കാനുള്ള തുക കണ്ടെത്തുന്ന രീതിയിൽ, അതായത് റിട്ടയർ ചെയ്യുന്ന പങ്കാളിക്ക് എന്താണ് അയാളുടെ അതുവരെ ലഭിക്കാനുള്ള തുക നമുക്ക് കൊടുത്തു തീർക്കണം. അയാൾക്ക് കൊടുക്കാനുള്ള തുക കണ്ടെത്തുന്ന രീതിയിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് തേർഡ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ ഓരോ കേസുകളും നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യും. ദെൻ ഇപ്പോൾ ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്തത് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഡെത്തിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. വ്യത്യാസമൊന്നുമില്ല. റിട്ടയർമെൻറ്റും ഡെത്തും തമ്മിലുള്ള ചില പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതാണ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു റിട്ടയർമെൻറ്റ് ഡെത്തും ഏകദേശം ഒരേപോലെ തന്നെയാണ്. പ്രധാനമായുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് വൺ അല്ലേ, ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതാണ്. എന്നാൽ മരണം എന്ന് പറയുന്നത് പിന്നെ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ, പ്രകൃതി പ്രതിഭാസമാണ്, എപ്പോൾ വേണമെങ്കിലും അങ്ങനെ സംഭവിക്കാം. അതാണ് ഒരു വ്യത്യാസം. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് റിട്ടയർ ഇത് കഴിഞ്ഞാൽ റിട്ടയർ പങ്കാളിക്ക് ലഭിക്കാനുള്ള തുക അയാൾക്കാണ് നൽകുന്നത് അല്ലേ. the amount due to the retiring partners is given to the retiring partner. ആരാണോ റിട്ടയർ ചെയ്ത് അയാൾക്കാണ് നൽകുക. എന്നാൽ മരണപ്പെട്ട പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കാനുള്ള തുക അയാളുടെ ലീഗൽ ഹെയേഴ്സ്, അയാളുടെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ അയാളുടെ ലീഗൽ എക്സിക്യൂട്ടേഴ്സിനാണ് അത് ട്രാൻസ്ഫർ ചെയ്തത് നൽകുന്നത്. അപ്പോൾ അത്തരം ചില വ്യത്യാസങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു മരണപ്പെട്ട പങ്കാളിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനും അയാളുടെ പാർട്ട്നേഴ്സിൻ്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാനും എല്ലാം ഇവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്ററിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്റർ. നമ്മൾ പല കാര്യങ്ങളും ഇവിടെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് വളരെ പ്രാധാന്യമുള്ള റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസും എല്ലാം തന്നെ നമ്മൾ അഡ്മിഷൻ എന്ന ചാപ്റ്ററിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം കാര്യങ്ങൾ വളരെ വിശദമായ ഒരു പഠനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അഡ്മിഷൻ്റെ ചാപ്റ്ററിന് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആയിരുന്നെങ്കിൽ ഇതിന് 7 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത് എന്നത് കൂടി ഓർമ്മിക്കുക. നമുക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടി പ്രീവിയസ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതുപോലെ പ്രോബ്ലം ചെയ്യാനും കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഓരോ ടോപ്പിക്കുകളും നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക്
തീർച്ചയായും കമൻറ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. കൃത്യമായി മറുപടി നൽകാം. ഓക്കെ, താങ്ക് യു.